വർഷം സൗത്താംപ്ടണിൽ നടന്ന ഒരു കാർ ഷോ കാണാൻ പോവാണ് കേട്ടോ. ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കാറുകളാണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പം ഓരോ കാറുകളും ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ കാറുകളും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാർ മൂവീസൊക്കെ കാണുന്നവർക്കൊരു പക്ഷേ ഇതൊക്കെ കണ്ടുപരിചയം ഉണ്ടാവും, ഈ കാറുകളൊക്കെ ഫിലിമിൽ കണ്ടിട്ട്. എനിക്ക് ഈ കാറുകളൊന്നും ഏതാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും പക്ഷേ സിനിമയിലൊക്കെ അഭിനയിച്ച കാറുകളായതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഓടി നടന്നെല്ലാം ഒന്ന് കണ്ടു, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ആണ് 2025 സ്റ്റാർട്ട് ചെയ്ത കാർ ഷോ ആണ്. ഇത് ജൂണിൽ ബാങ്ക് ഹോളിഡേ സമയത്താണ്, 2 ദിവസത്തേക്കുള്ള പരിപാടിയാണിത് കേട്ടോ. ഈ വർഷം ഇതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഏറ്റവും എളുപ്പമാർഗം സൗത്താംപ്ടൺ വെസ്റ്റ്കീയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസൊക്കെ എല്ലാ വർഷവും നമ്മളെ അവർ അറിയിക്കും. അതിനനുസരിച്ച് ഈ ദിവസം പ്ലാൻ ചെയ്ത് സൗത്താംപ്ടണിൽ വന്നാൽ ഇത് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സൗത്താംപ്ടൺ സിറ്റി സെൻറ്റർ. ഇത് ന്യൂ ബിൽഡിംഗ് ആണ്. ഇതുപോലെ തന്നെ ഉള്ള പഴയൊരു ബിൽഡിങ്ങും ഉണ്ട്. അതിൻ്റെ പേരാണ് വെസ്റ്റ് കീ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. കാർ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയും ചെറുതായിട്ട് ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെസ്റ്റ് കീ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അകത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കോസ്റ്റാ കോഫിന്ന് ഞങ്ങൾക്ക് 2 കോഫിയും വാങ്ങിച്ചു. പിന്നെ മക്ഡൊണാൾഡ്സിൽ പോയിട്ട് നന്ദൂട്ടന് ഒരു കിഡ്സ് മെനുവിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ. നാട്ടിലും ഇങ്ങനെയാണോ? നാട്ടിലെ മക്ഡൊണാൾഡ്സിൽ ഞാൻ പോയിട്ടില്ല. ഇവിടുത്തെ മക്ഡൊണാൾഡ്സിൽ ഇങ്ങനെയാണ് കേട്ടോ. കിഡ്സ് മെനു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ബാഗ് പോലത്തെ സാധനത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ തരും. അതിൻ്റെ കൂടെ കിഡ്സിന് ഒരു ടോയ് അല്ലെങ്കിൽ ഒരു ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്ദുവിന് കിട്ടിയ ഒരു സ്ക്വിഷിയാണിത്. അങ്ങനെ നന്ദൂട്ടൻ ഹാപ്പി, കൂട്ടത്തിൽ നമ്മളും ഹാപ്പി. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ അതൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ കടകളിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. എപ്പോഴും നല്ല തിരക്കാണ് ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ. പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ചില സമയത്ത് കുക്ക് ചെയ്യാൻ മടിയുള്ളപ്പോഴൊക്കെ നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ടൊക്കെ ഫുഡ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.